നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുക പൊണ്ണത്തടി എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ ജയ് ഗണേശാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ പൊണ്ണത്തടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ തടി കൂടിയവർക്ക് എല്ലാവർക്കുള്ളൊരു ആഗ്രഹമാണ് തടി കുറയ്ക്കണമെന്ന്. അതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ആഗ്രഹമാണ് തരത്തിൽ തടി കൂടി ഒരു നോർമൽ തടിയിലേക്ക് എത്തണം എന്നുള്ളതും അവരുടെ ആഗ്രഹമാണ്. പലപ്പോഴും തടി കൂടിയിരിക്കുന്ന ആൾക്കാരെ ഒരു ഡയറ്റ് ചെയ്ത് നോക്കും, കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഈവൻ പട്ടിണി വരെ കിടന്ന് നോക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് പേർക്ക് 4-5 കിലോ ഒക്കെ കുറഞ്ഞു വരാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറഞ്ഞു വരുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ പറയുന്നു. കേരളത്തിലൊരു പ്രധാന പ്രശ്നമായിട്ട് ഈ പൊണ്ണത്തടി മാറിയിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ തടി കുറയ്ക്കുന്നതിന് മാത്രമല്ല, അത് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളതിനെ കാണേണ്ടത്. ഒരു തടി കുറഞ്ഞാൽ മാത്രം നമ്മൾ ഹെൽത്തി ആയെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു അസുഖത്തിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു മുക്തി കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ് കുറയ്ക്കാൻ എല്ലാവരും ഒരു ഐഡിയൽ വെയിറ്റിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. സ്വതവേ ഒരു ടോട്ടലായിട്ട് നമ്മുടെ ഭക്ഷണവും എക്സസൈസും മറ്റു കാര്യങ്ങളും ശരിയാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ അത് ചെയ്യാവുന്നതുമാണ്. പിന്നെ അതിന് കുറേ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും മുഖ്യമായിട്ടും നമുക്ക് ഭക്ഷണത്തിൻ്റെയും എക്സസൈസിൻ്റെയും കാര്യം തന്നെയാണ് അതിനകത്ത് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, അതിനകത്ത് 1, 2, 3 കുട്ടികൾ മാത്രം തടിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോസ് ആയിരിക്കും സ്കൂൾ തലങ്ങളിലൊക്കെ ഉണ്ടാകുക. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പുതുതലമുറയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത് 1, 2 അല്ലെങ്കിൽ 5 കുട്ടികളോളം, അല്ല 5, 6 കുട്ടികളോളം മെലിഞ്ഞിട്ടുള്ള കുട്ടികളും ബാക്കിയൊക്കെ നല്ല പൊണ്ണത്തടിയായിട്ടുള്ള ആൾക്കാരുമായിരിക്കും ഒരു പക്ഷേ നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ കുട്ടിക്കാലത്ത് തന്നെ ഒരു ബോഡി ഷേപ്പിൽ അല്ലെങ്കിൽ ബോഡി വെയിറ്റിൽ പൊണ്ണത്തടിയിലേക്ക് പോകുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ സമൂഹത്തിലുണ്ടായില്ല. അത് കേരളത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണോ, അതോ ആഗോളതലത്തിലുള്ള നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണോ? അത് ആഗോളതലത്തിലുള്ളൊരു പ്രശ്നം തന്നെയാണ്. വെസ്റ്റിലാണ് അതിനകത്ത് കൂടുതലായിട്ട് അവരത് കണ്ടുവരുന്നത്. അവിടെ ഒരു നാഷണൽ എപ്പിഡമിക് ഓഫ് ഒബീസിറ്റി തന്നെ അവർ ഡിക്ലെയർ ചെയ്തിട്ട് അതിനുള്ള സ്റ്റെപ്സ് എടുത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് US ഫസ്റ്റ് ലേഡി തന്നെ അതിനൊരു മുൻകൈ എടുത്ത് ചെയ്യുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ദരിദ്ര രാജ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇല്ല എന്നുള്ളൊരു സ്ഥിതി മാറി നമ്മളിപ്പോൾ അഡ്വാൻസ് ആയി വരുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്ന ഒബീസിറ്റി. മിക്കവാറും അത് ഒരു ഇൻസിഡൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രിവലൻസ് ഒരു 5% ആൾക്കാർ ഇന്ത്യയിൽ തന്നെ മോർബിഡ് ഒബീസിറ്റി ഗ്രൂപ്പിലുണ്ടെന്നുള്ള ഭയാനകമായിട്ടുള്ള ഒരു റിസൾട്ട്സ് ആണ് ഇത് 2007. അപ്പോൾ അത് നമ്മുടെ 5% എന്ന് പറയുമ്പോൾ എത്ര കൂടി ജനങ്ങളാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. സാർ, ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യമില്ലാത്ത കുട്ടികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലാണ്. അതുപോലെ തന്നെ തടിയുള്ള കുട്ടികൾ ആരോഗ്യന്മാരാണ് എന്നുള്ള തോന്നൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് നമുക്ക് ശരിയായിട്ടൊരു കണക്ക് കൂട്ടലാകാമോ? തീർച്ചയായിട്ടും ശരിയല്ല. അതാണ് അഭിലാഷ് മുമ്പ് പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് കാണുന്ന ആ പടങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ള കുട്ടികൾ വരാൻ കാര്യം പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ കയ്യിലുള്ള മിസ്റ്റേക്കും പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള ചില ധാരണകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ഭക്ഷണത്തിലൂടെയാണ്. ഒരു സ്വീറ്റ് വാങ്ങിച്ചു കൊടുത്തായിരിക്കും. പക്ഷെ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊരു അവർക്ക് നല്ലൊരു ഭക്ഷണമാണോ, അത് ഹെൽത്തി ആണോ, അത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. പിന്നെ പല മാർക്കറ്റ് ഫോഴ്സസും നാച്ചുറലി അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖസത്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമ്മളൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരാൾ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വെയിറ്റ് ഒബേസിറ്റി നോർമൽ വെയിറ്റ് ആണോ, അതോ അണ്ടർ വെയിറ്റ് ആണോ, ഒബേസിറ്റി ആണോ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണോ, ഒബേസിറ്റി ആണോ, ഈ ഒരു ക്രൈറ്റീരിയ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് നോക്കുന്ന സംവിധാനമുണ്ട്. അതും പോയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പല ആൾക്കാരും വെയിറ്റ് നോക്കാനുള്ള സൗകര്യം പോലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇത്ര ഹൈറ്റ് ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു നോർമലായിട്ട്? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാൽക്കുലേഷനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡിവിഷൻ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിൽ നമ്മുടെ വെയിറ്റ് മേളിൽ ഇടുക. ഉദാഹരണത്തിന് ഒരു 120 കിലോ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർ. ഇപ്പോൾ ഒരു 150 സെൻറ്റിമീറ്റർ ഉയരമുള്ള ആളാണെന്നുണ്ടെങ്കിൽ 1.5 × 1.5. അപ്പോൾ മുകളിൽ 120ഉം താഴെ 2.25 എന്നുള്ള ആ കാൽക്കുലേഷൻ ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ കിട്ടുന്ന തുകയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇപ്പോഴത്തെ ഇതെടുത്ത് നോക്കുമ്പോൾ മോർ ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്.
അത് സൗത്ത് ഏഷ്യൻസ്, അതായത് ഇന്ത്യൻസും മറ്റു ആൾക്കാർക്കും അത് വീണ്ടും ഒരു 2.5 പോയിന്റ് കുറച്ചിട്ട് തന്നെ ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെന്നാൽ നമ്മുടെ പോപ്പുലേഷന്, നമ്മുടെ സൗത്ത് ഏഷ്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻസ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസിന് ഈ പൊണ്ണത്തടി കൊണ്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റേതായിട്ടുള്ള ഇഫക്ട്സ് കൂടുതലാണ്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഈവൻ ലോവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ മോർ ദാൻ 30 ഓവർ വെയ്റ്റ്, മോർ ദാൻ 35 മോർബിഡ് ഒബീസിറ്റി വിത്ത് ഡിസീസ്. ഇപ്പോൾ നമുക്ക് ഷുഗറും BP യും കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 35 BMI തന്നെ ഒരു പൊണ്ണത്തടി എന്നുള്ള ഡെഫിനിഷൻ വരും. അല്ലെങ്കിൽ എബവ് 40. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30, 35, 40 എന്ന് പറഞ്ഞാൽ എന്തായാലും മോർബിഡ് ഒബീസിറ്റിയാണ്. 35ൻ്റെ മേളിൽ വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേറെ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മോർബിഡ് ഒബീസിറ്റി അത് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എബവ് 30 ആണെന്നുണ്ടെങ്കിൽ അത് ഓവർ വെയ്റ്റ് കാറ്റഗറി ആയിട്ട് പറയും. സാർ, നമുക്കറിയാം പല ആൾക്കാരും നമ്മൾ റോഡിലൊക്കെ നടന്നു പോകുമ്പോൾ പല ആൾക്കാരും കാണാറുള്ളത് അവർക്ക് ശരീരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ തടിയേ ഉണ്ടാകുള്ളൂ, പക്ഷേ വയറ് നോക്കിക്കഴിഞ്ഞാൽ കുടവണ്ടി ആയിരിക്കും ഉണ്ടാക്കുന്നില്ല. അതെ, സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യം. അപ്പോൾ ഇത്തരക്കാരെയും നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ ഒബേസ് എന്ന ആളുടെ ഒരു തരക്കാരിലേക്ക് നമുക്ക് കൂട്ടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് വിസറൽ ഒബീസിറ്റി, അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ചുറ്റിയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ നമ്മുടെ ആമാശയത്തിലും അതിൻ്റെ ചുറ്റും ഇരിക്കുന്ന ആ ഒരു ഫാറ്റ് ഡെപ്പോസിഷനാണ്. ഈ തോലിൻ്റെ അടിയിലുള്ള ഫാറ്റിനേക്കാൾ കൂടുതൽ ഇതായിരിക്കും നമുക്ക് കുഴപ്പം ചെയ്യാനുള്ള സാധ്യത കൂട്ടുക. അപ്പോൾ അതിനെ ഒരു സിമ്പിളായിട്ട് നമ്മൾ നോക്കാനുള്ളത് വേസ്റ്റ് സർക്കംഫറൻസ് എന്നുള്ള മെഷർമെൻ്റാണ്. നമ്മൾ സാധാരണ രീതിയിൽ നിന്നിട്ട് സാധാരണ മെഷറിംഗ് ടേപ്പ് എടുത്ത് നമ്മളുടെ പൊക്കിൾ കുടിയുടെ ആ ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഒരു മെഷർമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാരിൽ അത് ആണുങ്ങൾക്കാണെങ്കിൽ 90 സെൻറ്റിമീറ്ററിന് മുകളിലും സ്ത്രീകൾക്ക് 80 സെൻറ്റിമീറ്റർ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ ഒബീസിറ്റി നിങ്ങൾക്കുണ്ട്, വേസ്റ്റ് സർക്കംഫറൻസ് അധികമുണ്ട്. അതുതന്നെ ഇപ്പോൾ ഒബീസിറ്റി ഡെഫിനിഷനകത്ത് ഒരു പ്രധാന പാർട്ടായി വരുന്നുണ്ട്. ഓക്കെ സാർ, ഇത്തരക്കാർക്ക് അത് സാർ നേരത്തെ പറഞ്ഞല്ലോ വയറിൻ്റെ സർക്കംഫറൻസ് കൂടുതൽ, അവരുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നോർമൽ വെയിറ്റോ അല്ലെങ്കിൽ ഓവർ വെയിറ്റോ ആയിരിക്കും. അപ്പോൾ ഇത്തരക്കാരെയും നമുക്ക് ഒബേസിറ്റിയുടെ കാറ്റഗറിയിൽ തന്നെ പെടുത്തി ചികിത്സിക്കുകയാണോ ചെയ്യുക? ചികിത്സ എന്നുള്ളത് അത് വളരെ വ്യത്യസ്തമായിട്ട് വരുന്നില്ല. എല്ലാവർക്കും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ചികിത്സയാണ്. വളരെ കൂടിയ ചികിത്സ വെയിറ്റ് കൂടുമ്പോൾ മാത്രമേ നമ്മൾ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ എല്ലാവർക്കും അവരുടെ വയസ്സിനും അവരുടെ ആക്ടിവിറ്റീസും അനുസരിച്ചിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഒരു കലോറി ലെവൽ അനുസരിച്ചുള്ളതും പ്രോട്ടീൻ അടങ്ങിയതുമായിട്ടുള്ള സമീകൃത ആഹാരം കൊടുക്കുക, നിത്യവും ഉള്ള റെഗുലറായിട്ടുള്ള ഒരു വ്യായാമ രീതി, പിന്നെ മനസ്സ് ശാന്തമായിട്ട് വയ്ക്കുക. സ്ട്രെസ്സ് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്, അത് കുറയ്ക്കുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഒരു കറക്റ്റ് സമയത്തിന് കിടക്കുക, രാവിലെ എഴുന്നേൽക്കുക, കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതക്രമത്തോടെ എല്ലാവർക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാർ, നമ്മൾ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒബേസിറ്റി എനിക്ക് തടി കുറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് നല്ല തടിയാണ്, അമ്മയ്ക്ക് നല്ല തടിയാണ്, എൻ്റെ ചേട്ടന് നല്ല തടിയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ തടി എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലേതെങ്കിലും രീതിയിൽ വസ്തുതയുണ്ടോ? അത് വസ്തുത തന്നെയാണ്, സത്യമാണ്. പക്ഷേ സത്യത്തിന് 2 വശങ്ങളുണ്ട്. നമ്മൾ ആ സത്യത്തെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. നമ്മൾ ആ ഒരു സത്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. അതിന് വേണ്ടിയിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ. അത് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജനറ്റിക് ബേസ് ഉള്ള ഒരു ഡിസീസ് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ആ ജീൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് ഡ്രൗട്ട് ഫാമിലി അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി പ്രകൃതി തന്നെ നമ്മുടെ ശരീര ഊർജത്തിൻ്റെ ചിലവാക്കുന്ന അളവ് കുറച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കുറച്ചിട്ട് ചെറിയ എനർജി നമ്മൾ എടുത്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കഴിവ് അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അതിന് ത്രിഫ്റ്റ് ജീൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒട്ടും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ സമൂഹത്തിലുള്ള ആൾക്കാരെ അത് രക്ഷിച്ച് കൊണ്ടുവരാനുള്ള ഒരു ജനിതകമായിട്ടുള്ള ഒരു ഫാക്ടറാണത്. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുതിയ ആൾക്കാരാണെന്ന് നമ്മുടെ ജീൻസ് ലക്ഷക്കണക്കം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് നമ്മൾ ഓർക്കണം. അത് ഡൗൺ ദ ലൈൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ജീൻസിൻ്റെ ബാക്കിയാണ് നമുക്ക് കിടക്കുന്നത്. ഇപ്പോൾ 100-200 വർഷമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആഹാരം കിട്ടുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നില്ല. നമുക്ക് അധ്വാനിക്കാൻ വേണ്ട ഊർജ്ജത്തിൻ്റെ എത്രയോ മടങ്ങ് അധികം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നമ്മുടെ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊണ്ണത്തടി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ ജയ് ഗണേശാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, ഈ ഒരാളിനെ
പൊണ്ണത്തടി കൊണ്ടുള്ള ഒരാളാണെന്ന് പറയണമെങ്കിൽ അവരുടെ വെയിറ്റ് എത്രയായിരിക്കും? ഇപ്പോൾ സാധാരണ ഓവർ വെയിറ്റ് ആയ ഒരാളിനെയും നമ്മൾ മോർബിഡ് ഒബേസിറ്റി അല്ല ഒബേസ് ആയ ഒരാളിനെയും നമ്മൾ ഒരുപോലെയാണോ കാണുന്നത്? അതോ മോർബിഡ് ഒബേസിറ്റി ഉള്ള ഒരാളിനൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ചികിത്സയും അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു പ്രത്യേക ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റുമാണോ ഉള്ളത്? മോർബിഡ് ഒബേസിറ്റിയെ പറ്റി ഞാൻ ആദ്യം പറയാം, അപ്പോൾ മറ്റേത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മോർബിഡ് ഒബേസിറ്റി എന്നുള്ളവർക്ക് നമ്മൾ സാധാരണഗതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഭക്ഷണക്രമങ്ങൾ എക്സസൈസ് മാത്രം മതിയാവില്ല. ഉദാഹരണത്തിന് ഒരു 100 പേർ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത് അവർ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡയറ്റും എക്സസൈസ് ചെയ്താൽ തന്നെ കേവലം വെറും ഒരു 5-10% ആൾക്കാർക്ക് മാത്രമേ ഒരു അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്താൻ ഒരു 5-10% ആൾക്കാർക്കേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ മോർബിഡ് ഒബേസിറ്റി കാറ്റഗറിയിൽ വരുന്നവർക്ക് മിക്കവാറും സർജറി വേണ്ടി വരുന്നു. പക്ഷേ അവർക്ക് ഡയറ്റും എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ പ്രധാനമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ അത് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണ രീതിയും വ്യായാമവും ചെയ്താൽ മാത്രമേ അവർക്ക് ആ കുറഞ്ഞ വെയിറ്റ് നിലനിർത്താൻ സാധിക്കൂ. മോർബിഡ് ഒബേസിറ്റി കാറ്റഗറിയിൽ വരുന്നവർക്ക് സർജറിയാണ് ഏറ്റവും പ്രധാനമായതും പ്രൈമറിയുമായിട്ടും കണ്ടുവരുന്ന ഉപയോഗിച്ച് വരുന്നതും കണ്ടുവരുന്ന ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ചികിത്സ. ഒബേസിറ്റി സർജറി ഒരു പുതിയ ചികിത്സയല്ല, അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെസ്റ്റിൽ ചെയ്തു തുടങ്ങിയതും നീണ്ട ഫോളോ അപ്പ് ഉള്ള ഒരു ഓപ്പറേഷൻ, ഒരു സീരീസാണത്. അതൊരു പുതിയ ചികിത്സയല്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പിയുടെ വരവോടെ അത് കൂടുതൽ പോപ്പുലറായി എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. സർജറി ആസ് കുറേ പഴക്കം ചെന്ന സർജറി തന്നെയാണ്. പല പൊണ്ണത്തടിയുള്ള ആൾക്കാരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തരത്തിൽ ഈ തടി കൂടാതിരിക്കാൻ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ചികിത്സ ലഭ്യമാണോ? നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടാതിരിക്കും എന്നുള്ള രീതിയിൽ? ഞാൻ മോഡേൺ മെഡിസിനിലുള്ള കാര്യങ്ങൾ പറയാം. അതിനകത്ത് മുഖ്യമായിട്ടും 5-6 മരുന്നുകളാണ് വേൾഡ് മാർക്കറ്റിൽ വന്നിരുന്നത്. മിക്കവാറും എല്ലാം തന്നെ അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യപ്പെട്ടു. ലിവർ സംബന്ധമായും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുമുള്ള സൈഡ് ഇഫക്ട്സും മറ്റും കാരണം എല്ലാം തന്നെ അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ 1-2 ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ. ഓർലി സ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗാണ് സാധാരണ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നിർത്തുമ്പോൾ തന്നെ കുറഞ്ഞ വെയിറ്റ് വീണ്ടും കൂടാനാണ് സാധ്യത. പിന്നെ വളരെ തുച്ഛമായ അളവിലേ അത് കുറയാനും സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും സാർ, നമ്മൾ സാധാരണഗതിയിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരുടെ ചോദിക്കും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. പക്ഷേ എന്തൊക്കെ അസുഖങ്ങളായിരിക്കാം അവരെ കാത്തിരിക്കുക? അത് ഒരു വളരെ വലിയ ലിസ്റ്റാണ്. നേരിൽ പറഞ്ഞാൽ ഒരു 20 രോഗങ്ങളിനകത്ത് ഡയറക്റ്റ് ലിങ്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ട് തന്നെ ഉണ്ട്. 20ഓളം? അതെ. അതിനകത്ത് മെയിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡയബറ്റിസ്, ഷുഗറിൻ്റെ അസുഖം, ഹൈപ്പർ ടെൻഷൻ, BP, രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോളിൻ്റെ ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ കൂടുതൽ, ഇത് 3ഉം പ്രധാനമായിട്ട് ഉണ്ടാവും. പിന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. ഇപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉറക്കം അതിൻ്റെ ഒരു അഗാധ തലങ്ങളിൽ പോകാതെ വളരെ ലൈറ്റായിട്ടുള്ള സ്ലീപ്പ്, അപ്പോൾ അവർക്കൊരു ഉന്മേഷം കൊടുക്കുന്ന ഒരു ഉറക്കം കിട്ടുന്നില്ല, ആഴത്തിലുള്ള ഉറക്കം കിട്ടുന്നില്ല. അത്തരക്കാർ സാധാരണ രീതിയിൽ കൂർക്കം വലി കൂടുതലായിരിക്കും. പിന്നെ മുട്ടുവേദന, പിന്നെ ലിവറിനുള്ള ഫാറ്റി ലിവർ ഡിസീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഒബേസിറ്റി കൊണ്ടുവരും. അതിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ളത് സാധാരണ മോർബിഡ് ഒബേസിറ്റി കാറ്റഗറിയിലുള്ളവർക്ക് മറ്റുള്ളവരെക്കാൾ ക്യാൻസർ വരാൻ അറ്റ്ലീസ്റ്റ് 20-30% ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ സാർ, നമ്മൾ സമൂഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒബേസിറ്റിയുടെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ ഒരു 25-22 വയസ്സ് വരെ നോർമൽ വെയിറ്റ് ആയിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും. ഒരു പക്ഷേ അവർ 25 വയസ്സോടുകൂടി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴായിരിക്കും അവർ കുറേച്ച തടിയിലേക്ക് പോയി ഒരു 40-45 വയസ്സാകുമ്പോൾ പൊണ്ണത്തടിയിലേക്ക് പോകുന്നത്. ചില ആൾക്കാരാകട്ടെ അവർ ഒരു സ്കൂൾ തലങ്ങളിൽ തന്നെ കുട്ടിക്കാലത്ത് തൊട്ടേ ഓവർ വെയിറ്റ് ആവും, അവരുടെ ഒരു 30ഓടടുപ്പിച്ച് അവർ പൊണ്ണത്തടിയിലേക്ക് പോകുന്നു. ചിലരാകട്ടെ ഒരു 60 വയസ്സാവില്ല, 50 വയസ്സ് ഒക്കെ കഴിയുമ്പോൾ പൊണ്ണത്തടിയിലേക്ക് പോകുന്ന ഒരു കാര്യം കാണാറുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം കാണപ്പെടുന്നുണ്ട്? ഇത് ഇത്തരത്തിലൊരു പോപ്പുലേഷൻ്റെ പ്രശ്നമായിട്ട് തന്നെ ഇത് കാണാൻ സാധിക്കും? അത് വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല. അതിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഒരാളിനെ എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞാൽ സ്കൂളിൽ ആ പൊണ്ണത്തടി ആയിട്ടുള്ള ആൾ പിന്നെ നിങ്ങൾ വീണ്ടും ആ അലുമിനൈ മീറ്റിങ്ങിന് ചേരുമ്പോഴും എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ അവരപ്പോഴും അവർ തടി കൂടുതൽ തന്നെയായിരിക്കും. മറ്റുള്ളവർ കുറച്ചൊക്കെ തടി വെച്ചിട്ടുണ്ടാവും, എന്നാൽ തന്നെയും ആ 2-3 പേര് തീർച്ചയായിട്ടും അവർക്ക് തടി കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആ ശരീരത്തിൻ്റെ ആ ഒരു ജനറ്റിക് ഇൻഫ്ലുവൻസ് എന്നുള്ളത് നമുക്കത് അത്ര കണ്ട് മാറ്റാൻ പറ്റില്ല. ഓക്കെ സാർ, ഒരാൾ പൊണ്ണത്തടി ആയിട്ട് പോകുന്നു എന്ന്, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് നോർമൽ വെയിറ്റ് നിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കറിയാം കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ വൈറ്റ് കോളർ ജോബ്സാണ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നോ ഒരു ഓഫീസ് വർക്ക്
വർക്കൊക്കെ ആയിട്ടായിരിക്കും. ലേബേഴ്സിൻ്റെ കാര്യം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ കോളേജിലൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ടൈം കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ നടന്നു പോകുന്നതൊക്കെ സമയമാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സസൈസ് ഉണ്ടാവാം. പക്ഷേ ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് സെഡൻറ്ററി ലൈഫ് അവരെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വെയിറ്റ് കൂടുന്നു തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരുടെ വ്യായാമ കാര്യത്തിൽ ശ്രദ്ധിക്കണം, എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാനുള്ളത്? ആദ്യത്തെ ഇത് നമ്മൾ ഇൻസൈറ്റ് അവയർനെസ്, നമ്മളത് ആ തരത്തിലേക്ക് പോകുന്നു എന്ന് അറിയുന്നത് തന്നെ അതിനകത്തൊരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. അത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് തന്നെ തോന്നുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ കുറയ്ക്കേണ്ടത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അളവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ സാധാരണ ചോറ്, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനകത്ത്, കപ്പ അങ്ങനെയുള്ള ട്യൂബേഴ്സ് എല്ലാം വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. ഷുഗർ, പഞ്ചസാര തീർത്തും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സിമ്പിൾ ഷുഗേഴ്സ്, ഉദാഹരണത്തിന് പഞ്ചസാര കഴിക്കുക, അല്ലെങ്കിൽ സ്വീറ്റൻഡ് ആയിട്ടുള്ള ബിവറേജസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള പോലെയുള്ള ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. ലിമിറ്റായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 4 ഇഡ്ഡലി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നേരെ അത് 2-3 ഇഡ്ഡലിയായിട്ട് ചുരുക്കണം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അളവും പ്രധാനമാണ്. അപ്പം പൊതുവേ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒരു 25% കുറച്ചിട്ട് കഴിക്കാൻ ശീലിക്കുക. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊരു ഒരു പഴക്കമാണ്, അത് നമ്മൾ പഴകിയെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അത് മാറ്റാവുന്നതാണ്, വിചാരിച്ചാൽ മാറ്റാവുന്നതാണ്. സമീകൃത ആഹാരം കഴിക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു 50 പ്ലേറ്റ്, നമ്മൾ WHO പറയുന്ന ഒരു വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ പ്ലേറ്റ്. അപ്പോൾ ആ ഒരു പ്ലേറ്റിൻ്റെ 50% നമ്മൾ പച്ചക്കറികളും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് കൊണ്ട് നിറയ്ക്കുക. പിന്നീടുള്ള 1/4 കാർബോഹൈഡ്രേറ്റ്സ്, പിന്നീടുള്ള 1/4 പ്രോട്ടീൻ, അങ്ങനെയാണ് അവർ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ചൂസ് ചെയ്ത് തന്നെ കഴിക്കണം. കൂടുതലായിട്ടും സിമ്പിൾ ഷുഗേഴ്സും അല്ലെങ്കിൽ ഹൈ ഗ്ലൈസിമിക് ഫുഡ്സ് എന്ന് പറയും. നമ്മൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ കയറുന്ന ടൈപ്പുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് തന്നെ മില്ലറ്റ്സ് ഉണ്ട്. നമ്മൾ റാഗി, ജോവർ, ബജ്ര, അങ്ങനെ പറയുന്ന തമിഴ്നാട്ടിൽ കമ്പൻകൂഴ്, കലീന്ന്, അങ്ങനെ കുറേ ഇഷ്ടംപോലെയുള്ള മില്ലറ്റ്സ് എന്നുള്ള ആ ഗ്രൂപ്പിൽ. ഇതൊക്കെ ഒരു സോഷ്യൽ തലങ്ങളിലുള്ള ചേഞ്ചസ് ആണ്. അത് പാവപ്പെട്ടവരുടെ ആഹാരമാണ്, അല്ലെങ്കിൽ അതിന് അത്ര ഒരു ഗ്ലാമർ പോരാ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം അത് അത്ര യൂസ് ചെയ്യുന്നില്ല. ആൾക്കാരത് പാവപ്പെട്ടവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു അവജ്ഞയെ കാണുന്ന ഒരു രീതി മുമ്പ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈസ് കഴിക്കുമ്പോൾ എല്ലാം പോളിഷ്ഡ് റൈസാണ് കഴിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് വരാൻ കാര്യം പോളിഷ്ഡ് റൈസ് കഴിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നെല്ല് പുഴുങ്ങി കുത്തിയിട്ട് കഴിക്കുന്ന ആ ഒരു റൈസ് തന്നെയാണ് ബെസ്റ്റ്, ബ്രൗൺ റൈസ്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് വേണ്ടി വളരുന്ന ആ ഒരു സംഭവം നമ്മൾ മാറ്റിയിട്ട് അതിനകത്തെല്ലാം പോളിഷ് ചെയ്ത് അതിൻ്റെ വെറും ആവശ്യമുള്ള മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അത് ചേർന്ന് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, എന്നാലും അളവ് കുറയ്ക്കണം. സാറ് പലപ്പോഴും പൊണ്ണത്തടിയുടെ സർജറി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സർജറി അനിവാര്യമായിട്ട് വരാറുണ്ട്. പൊണ്ണത്തടി, അതായത് മോർബിഡ് ഒബേസിറ്റി എന്നുള്ളൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സർജറി അനിവാര്യമായിട്ട് വരാറുണ്ടോ? അതോ ചില പ്രത്യേക ഗ്രൂപ്പിന് സർജറി വേണം, അവർക്ക് മാത്രമായിരിക്കുമോ സർജറി ചെയ്യാറുള്ളത്? അതിനു മുമ്പ് തന്നെ മറ്റുള്ള അവരുടെ ഡയറ്റ്, എക്സസൈസ് ഉള്ള ഒരു സമയം അവർക്ക് ഒരു ദീർഘനാൾ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കുമോ ഈ സർജറി ഫിക്സ് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ വരുന്നത് അവരൊരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഡയറ്റ്, ഭക്ഷണ രീതിയും വ്യായാമത്തിൻ്റെയും എക്സസൈസ് ഉള്ള ഒരു റെജീമിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോ, അതിൽ എത്രമാത്രം അവർ അത് എഫേർട്ട് എടുത്തത് ചെയ്തു, എത്ര അവർ സെറ്റ് ചെയ്ത ഗോളിനകത്ത് അവരത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, എത്ര സമയം എടുത്തു, അങ്ങനെ മിനിമമായിട്ട് അങ്ങനെ ഒരു 3-6 മാസം ശ്രമിച്ച് പറ്റാത്തവർക്ക് മാത്രമേ നമ്മളത് ഓഫർ ചെയ്യാറുള്ളൂ. പിന്നീട് അത് ഈ രീതികൾ അത് തുടരുകയും വേണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സർജറി ചെയ്തതുകൊണ്ട് മാത്രമായില്ല, തുടർന്ന് നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ആ ആൾക്ക് അവരുടെ ഏജിനും അവരുടെ ജോലിക്കും അവരുടെ ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള ആ ഭക്ഷണം മാത്രമേ അവർ കഴിക്കാവൂ. തീർച്ചയായിട്ടും സാർ, നമ്മൾ ഒരുപാട് പ്രേക്ഷകർ അറിയാം, നമ്മുടെ വീടുകളിൽ നിന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. ആ തടിയുള്ളവരുടെ, അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ളവർക്ക് ഡോക്ടർ എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ആദ്യം അതിനെപ്പറ്റി നമ്മൾ വിഷമിക്കരുത്. നമുക്കത് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ അപ്രോച്ച് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 100-ൽ 5-10 പേർക്കേ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ മടിച്ചിരിക്കാതെ ആ 10
80%-നെ 20% ആക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അല്ലാതെ മോർബിഡ് ഒബേസിറ്റിക്ക് ഞാൻ കണക്കുകൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സർജന്മാരും കൂടെ എല്ലാ ദിവസവും ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്താലും പോലും അത് തീരാൻ പോകുന്നില്ല. അപ്പോൾ സർജറി ഒരു സാമൂഹിക ലെവലിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആവുന്നേ ഇല്ല. ഇൻഡിവിജ്വൽ ഒരു കേസിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമെന്നല്ലാതെ സാമൂഹികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണം, എക്സസൈസ്, ലൈഫ് സ്റ്റൈല് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് തന്നെ എല്ലാവരും തന്നെ കൺട്രോൾ ചെയ്താലേ പറ്റൂ. പിന്നെ അതിനൊരു അവയർനെസ് കൊടുക്കണം. അത് കൊച്ചുനാളിൽ തന്നെ വരാതെ അത് നോക്കി നമ്മുടെ ശരീരത്തിനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഒരു സാമൂഹികമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വരേണ്ടതാണ്. അതിനൊരു അറിവ് മാത്രം പോരാ, ആ അറിവിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കൂടെ വേണം. വളരെ നന്ദിയുണ്ട് സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.